Perfect. Perfect. OnePlus 7 ഒരു ഇനീഷ്യൽ ഇംപ്രഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം 4 ദിവസം ആവുന്നേ ഉള്ളൂ. ഡീറ്റെയിൽഡ് റിവ്യൂ കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വന്ന ശേഷം കൂടുതൽ ചെക്ക് ചെയ്തിട്ട് പിന്നീട് ചെയ്യാം. ബോക്സിനകത്ത് ഫോണല്ലാതെ പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച്, സ്ക്രീൻ ഗാർഡ് അത് ഫോണിൽ ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചാർജിങ് അഡാപ്റ്റർ, പിന്നെ ഒരു Type-C to USB കേബിൾ, ഇതെല്ലാമാണുള്ളത്. ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്റർ 6ലും 60ലുമുള്ള സെയിം 20 വാട്ട് ഡാഷ് ചാർജർ തന്നെയാണ് വരുന്നത്. 7 Proയിലുള്ള പോലെ 30 വാട്ട് വാട്ട് ചാർജർ അല്ല. ഫോണിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാഞ്ഞിട്ട് കൂടി നേരത്തെ 60യുടെ കൂടെ തന്ന Type-C to 3.5mm അഡാപ്റ്റർ ബോക്സിൽ തന്നിട്ടില്ല. സെപ്പറേറ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ അവരുടെ വെബ്സൈറ്റിലും ചെക്ക് ചെയ്തു, അവിടെയും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ 60ൽ നിന്ന് 7 വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതേ വലിപ്പം, അതേ തിക്നെസ്, എല്ലാം സെയിം തന്നെയാണ്. വ്യത്യാസം പറയുകയാണെങ്കിൽ ഡുവൽ സ്പീക്കർ ആയതുകൊണ്ട് മുകളിലുള്ള സ്പീക്കർ ഗ്രില്ലിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. പിന്നെ 60ൽ ഫ്ലാഷ് ക്യാമറ ഹമ്പിൻ്റെ കൂടെയല്ല, സെപ്പറേറ്റ് ആയിരുന്നു. അത് 7ൽ പക്ഷേ ക്യാമറ ഹമ്പിൻ്റെ കൂടെ തന്നെയാണ് ഫ്ലാഷ് വരുന്നത്. പിന്നെ കളറ് പുതിയ 2 വരുന്നത്. ഒന്ന് മിറർ ഗ്രേ, അത് നിങ്ങൾക്ക് ഏത് വേരിയൻ്റ് എടുത്താലും കിട്ടും. പിന്നെ ഒന്ന് റെഡാണ്, അത് പക്ഷേ എനിക്ക് 8GB വേരിയൻ്റ് എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇതിൽ 60ൽ ഉപയോഗിച്ചിട്ടുള്ള 6.41 ഇഞ്ച് സൈസ് വരുന്ന അതേ AMOLED ഡിസ്പ്ലേ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്, ഔട്ട്ഡോറിലെല്ലാം വളരെ വിസിബിളാണ്. 7 Pro പോലെ ഇതിൻ്റെ റെസൊല്യൂഷൻ പക്ഷേ Quad HD അല്ല, ഫുൾ HD തന്നെയാണ്. അതേപോലെ ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് 90 Hz അല്ല, നേരത്തെ ഉള്ള പോലെ തന്നെ 60 Hz തന്നെയാണ്. ഡ്യുവൽ സ്പീക്കർ ആയതുകൊണ്ട് 60യേക്കാളും സൗണ്ട് നല്ല ലൗഡും ഇംപ്രൂവ്ഡും ആണ്. പക്ഷേ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡെപ്ത്ത് ഇതിന് ഫീൽ ചെയ്യുന്നില്ല. 2 സ്പീക്കറിൻ്റെയും ക്വാളിറ്റി സെയിം അല്ല. നമ്മൾ ഫുൾ വോളിയൊക്കെ വെച്ചിട്ടാണ് പാട്ട് കേൾക്കുന്നതെങ്കിൽ സൗണ്ട് അത്യാവശ്യം ചിതറുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അഡാപ്റ്റർ കിട്ടാത്തതുകൊണ്ട് ഇതിൻ്റെ വൈഡ് ഹെഡ്സെറ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് MIയുടെ ഒരു ബേസിക് വയർലെസ് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു, അതിൽ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കി, അതിൽ നല്ല നൈസായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ MI ഹെഡ്സെറ്റിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും വരുന്ന ഒരു വീഡിയോയിൽ ചെയ്യും. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ 60 പോലെ തന്നെ ഡിസ്പ്ലേയിൽ തന്നെയാണ് വരുന്നത്. സെൻസറിൻ്റെ സൈസ് 60യേക്കാളും കൂട്ടിയിട്ടുണ്ടെന്നാണ് OnePlus പറയുന്നത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ലോ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഇടയ്ക്ക് ഫെയിലാവുന്നുണ്ട്. മെയിൻലി നമ്മുടെ കയ്യിൽ വല്ല പൊടിയോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ആയാൽ ഫെയിൽ റേറ്റ് കുറച്ച് കൂടുതലാണ്. ഇതിൻ്റെ കൂടെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടുള്ള ഫേസ് അൺലോക്ക് ഓപ്ഷൻ കൂടെ ഉണ്ട്, അതും നല്ല ഫാസ്റ്റാണ്. സെക്യൂർ അല്ലെങ്കിൽ കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതും നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ OnePlus ആണ് എപ്പോഴും ആൻഡ്രോയിഡിൽ ഒന്നാമതായിട്ടുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. 60ൽ നിന്ന് വ്യത്യാസമായി ഇതിൽ ക്വാൽകോമിൻ്റെ ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ 855 ആണ് പ്രോസസ്സർ വരുന്നത്. കൂടെ സ്റ്റോറേജ് നല്ല റീഡ് റൈറ്റ് സ്പീഡ് കൂടുതലുള്ള UFS 3.0 ആണ് വരുന്നത്. സ്പെക്ക് കൂടുതലാണെങ്കിലും 60ൽ നിന്ന് പക്ഷേ നമുക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. ഒരു പക്ഷേ നമ്മൾ സൈഡ് ബൈ സൈഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുമായിരിക്കും. ഇതിൽ ആൻഡ്രോയിഡ് 9ൻ്റെ മുകളിൽ OxygenOS 9.5.4 ആണ് വരുന്നത്. ആൻഡ്രോയിഡിൽ എൻ്റെ ഫേവറേറ്റ് റൂമുകളിൽ ഒന്നാമത് OxygenOS തന്നെയാണ്. ഇത് നല്ല സ്മൂത്താണ്. പക്ഷേ ഇതിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരണമെന്ന് എനിക്ക് തോന്നിയൊരു ഏരിയ ഇതിൻ്റെ ജസ്റ്ററിൻ്റെ സ്മൂത്ത്നെസ് ആണ്. അതൊരിക്കലും നമുക്ക് iOSലുള്ള ആ ഒരു സ്മൂത്ത്നെസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇതിൻ്റെ പ്രൈമറി ക്യാമറ 7 Proൻ്റെ സെയിം സോണി സെൻസർ തന്നെയാണ് വരുന്നത്. അതിൽ അപ്പച്ചറിൻ്റെ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഇതിൽ 1.7ഉം 7 Proയിൽ 1.6ഉമാണ് അപ്പച്ചർ വരുന്നത്. കൂടെ ഒരു ലെൻസും കൂടെയേ ഉള്ളൂ. അത് 7 Proയിലുള്ള പോലെ ടെലിഫോട്ടോയോ വൈഡ് ആംഗിളോ ഒന്നുമല്ല. 60ലുള്ള പോലെ ഡെപ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു ലെൻസും കൂടിയാണ്. OnePlus 6 ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായി. ഈ 1 വർഷം ഇപ്പുറം നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ക്യാമറയിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ട് എനിക്കിതിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. മെയിൻ പ്രശ്നം തോന്നിയത് എനിക്ക് ഇതിനൊരു കൺസിസ്റ്റൻസി ഇല്ല. ചില സമയത്ത് വളരെ നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് കിട്ടും, ചില സമയത്ത് നല്ല ലൈറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ഫോട്ടോ സോഫ്റ്റ് ആവും. പ്രത്യേകിച്ച് പോർട്രേറ്റ് മോഡൊക്കെ എടുക്കുന്ന സമയത്ത് സോഫ്റ്റ്നെസ് കുറച്ച് എഡ്ജിലൊക്കെ കുറച്ച് കൂടുതൽ ചില സമയത്ത് കയറുന്നുണ്ട്. പക്ഷേ ഇതെന്തായാലും ഇമ്പ്രൂവ് ആവും. കാരണം OnePlus 7 Pro ഇറങ്ങിയ സമയത്ത് ഇതേ അവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 4-5 ദിവസം മുന്നേ പുതിയൊരു അപ്ഡേറ്റ് വന്നു. അത് OnePlusൻ്റെ പ്രൊഡക്റ്റ് ലീഡ് ട്വിറ്ററിൽ പറഞ്ഞിരിക്കുന്നത് അവർ DxO മാർക്കിന് ചെക്ക് ചെയ്യാൻ കൊടുത്ത അതേ ഫേംവെയർ ആണ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നതെന്നാണ്. അപ്പോൾ ആൾക്കാരത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസ് ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ്, കാരണം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വേറൊരു മച്ചാൻ അവിടെ റിപ്ലൈയിൽ ഈ പ്രൊഡക്റ്റ് ലീഡിനോട് ചോദിച്ചിരുന്നു എന്താണ് OnePlus 7ൻ്റെ അവസ്ഥയെന്ന്.
അപ്പോൾ OnePlus 7 ഈ ഒരു അപ്ഡേറ്റ് വളരെ പെട്ടെന്ന് തന്നെ വരും എന്നാണ് മച്ചാൻ ട്വിറ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ അപ്ഡേറ്റൊക്കെ വന്ന് ഞാൻ കൂടുതൽ ക്യാമറ ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഫുൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാം. ഇതിൽ 60യുടെ സെയിം 3700 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. ഡാഷ് ചാർജർ ഉപയോഗിച്ച് നമുക്ക് ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഉപയോഗത്തിൽ ഒരു ഫുൾ ഡേ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ആവറേജ് സ്ക്രീൻ ഓൺ ടൈം 7 hours ഒക്കെയാണ്. എങ്കിൽ പോലും നമുക്ക് ചിലപ്പം കൂടുതൽ ദിവസം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചേഞ്ചസ് വരും. അപ്പോൾ അഥവാ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ ഞാൻ ഫുൾ റിവ്യൂവിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ബാക്കി നമുക്ക് വേണ്ട സെൻസറുകളെല്ലാം തന്നെ OnePlus ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം തന്നെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ ഇത്ര തന്നെ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഫുൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഫോണിനെ കുറിച്ച് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.